ഇപ്പോൾ ഞാൻ അതിന് മുമ്പ് ഈ കോൺഗ്രസിൻ്റെ പ്രതി നരേന്ദ്രമോദി തമിഴ്നാട്ടിൽ വരുമ്പോൾ എന്ന് പറഞ്ഞൊരു വിവരക്കേട്ടൊരു പരാമർശം നടത്തി. വിവരക്കേട്ടിൻ്റെ സർവകലാശാലയിൽ നിന്ന് വരുന്നതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൽ നിന്ന് ഇതിലപ്പുറം ഒന്നും പ്രതീക്ഷിക്കില്ല. പക്ഷേ എൻ്റെ ശബരിമലയെ തകർത്തുകൊണ്ട് വിശ്വാസ പ്രമാണങ്ങൾ തകർത്തുകൊണ്ട് കേരളത്തിലുണ്ടാകുന്ന ഒരു ഹൈന്ദവ മുന്നേറ്റം തകർക്കാൻ CPM ശ്രമിച്ചിരുന്നു, പോലീസിനെ ഗവൺമെന്റ് ഉപയോഗിച്ചുകൊണ്ട്. അതിലാണല്ലോ എം സ്വരാജ് കന്യായ്യപ്പന്മാർ പോകാത്തതുകൊണ്ട് മാളിയപ്പുറത്തമ്മയെ അയ്യപ്പൻ കല്യാണം കഴിച്ചു, അതുകൊണ്ട് അവിടുത്തെ അയ്യപ്പൻ ബ്രഹ്മചര്യം മാറി എന്ന് പ്രസംഗിച്ചപ്പോൾ ഒരു CPM നേതാവ് പോലും അതിനെ എതിർത്ത് പറഞ്ഞില്ലല്ലോ. CPMന്റെ ഒരു ഘടകവും അങ്ങനെ പറയാൻ പാടില്ലെന്ന് പറഞ്ഞില്ലല്ലോ. ആ സ്വരാജ് സ്വന്തം ബൂത്തിലും സ്വന്തം പഞ്ചായത്തിലും സ്വന്തം നിയോജക മണ്ഡലത്തിലും ഏറ്റവും പുറകിൽ പോയപ്പോഴേക്കും CPM റിയലൈസ് ചെയ്തു ഇനി ഈ പൊളിറ്റിക്സ് നമ്മുടെ അടിത്തറ തകർക്കും. അതുകൊണ്ട് മോനെ ഞാൻ വെറും ആണെന്ന് കരുതിയാണോ നീ? BJP എടുക്കുന്ന രാഷ്ട്രീയ നിലപാടാണ്, വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഒരു പാർട്ടി രാഷ്ട്രീയമായി എടുക്കുന്ന നിലപാടാണ്. പക്ഷേ NSS ഒരു സാമുദായിക സംഘടനയാണ്. അതിന് ആചാരപരമായ നിലപാടെടുക്കാൻ, വിശ്വാസപരമായ നിലപാടെടുക്കാൻ BJPയേക്കാൾ സ്വാഭാവികമായും ധാർമ്മിക ചരിത്രം കൂടുതലുണ്ട്. ആ NSS പറയുന്നു ശബരിമല കാര്യത്തിൽ ഞങ്ങൾക്ക് സർക്കാരിന് വിശ്വാസമാണ്. നിങ്ങൾക്ക് വിശ്വാസമില്ല, സർക്കാർ എന്താ? BJP പറയാണ് ഇവിടുത്തെ മുഴുവൻ ആചാരത്തെയും ഇല്ലാതാക്കാൻ പറയുമ്പോൾ അത് നിങ്ങളുടെ രാഷ്ട്രീയ നിലപാടാണെന്ന് CPM പറയില്ലേ? രാഷ്ട്രീയമായി പറയുന്നതിന് അപ്പുറത്ത് വിശ്വാസത്തെ ആചാരപരമായ കാര്യങ്ങളിൽ സാമുദായിക സംഘടനയ്ക്ക് പറയാൻ കഴിയും. അങ്ങ് പറയുന്നതാണ് എനിക്കും പറയാൻ പറ്റും. പക്ഷെ എനിക്ക് അങ്ങോട്ട് ബഹുമാനം ഞാൻ പറയട്ടെ. ചേട്ടാ നമ്പർ മറക്കണ്ട, ഞങ്ങൾ തന്നതേ ചോറ് തന്നെയാണ്. ഇപ്പോ NSS ഒരു നിലപാട് സ്വീകരിച്ചു. ആ നിലപാട് സ്വീകരിക്കരുത് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ, അത് അവരുടെ സ്വാതന്ത്ര്യം. പറഞ്ഞ കേക്കോ? ഞങ്ങൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞങ്ങൾ പറയുമ്പോൾ NSS പ്രവർത്തിക്കുന്നത് അമ്മാവൻ ചൊറിഞ്ഞൊറിഞ്ഞ് തല്ല് വെച്ച് കൂട്ടുന്നു. ആചാരപരമായ കാര്യത്തിൽ, വിശ്വാസപരമായ കാര്യത്തിൽ കരണം നോക്കി ഒന്ന് പൊട്ടിക്കണമെന്ന് എപ്പ വിചാരിച്ചോളൂ. ദൈവം അത് ഇത്രയും പെട്ടെന്ന് സാധിച്ചിരുന്നു ഞാൻ വിചാരിച്ചില്ല. കോൺഗ്രസിനേക്കാളും കൂടുതൽ സാമുദായിക സംഘടനകൾക്ക് അഭിപ്രായം പറയാനുണ്ട്. അവർ പറയാണ് സർക്കാരിന് ഞങ്ങൾക്ക് വിശ്വാസമാണെന്ന് പറയാൻ, മറ്റുള്ളവർ പറയുന്നത് ശബരിമലയുടെ ആചാരവും വിശ്വാസവുമായി ബന്ധപ്പെട്ട് അഭേദ്യമായ ബന്ധമുള്ള ഒന്നാണ് വാവർ എന്ന് പറയുന്ന സങ്കല്പം. സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ട് വളരെ മോശമായ നിർഭാഗ്യകരമായ ഒരു പരാമർശം ഉണ്ടാകുമ്പോൾ അതിനെ തള്ളിപ്പറയേണ്ട ബാധ്യത വിശ്വാസികൾക്കുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾ ആ വിശ്വാസത്തിന്റെ ഭാഗമാണോ? നീ നന്നാവില്ല, അത് താൻ പറഞ്ഞിട്ട് വേണോ ഞാൻ അറിയാൻ. എന്റെ നമ്പറായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. ഇപ്പോൾ ഞാൻ അതിന് മുമ്പ് ഈ കോൺഗ്രസിൻ്റെ പ്രതി നരേന്ദ്രമോദി തമിഴ്നാട്ടിൽ വരുമ്പോൾ എന്ന് പറഞ്ഞൊരു വിവരക്കേട്ടൊരു പരാമർശം നടത്തി. വിവരക്കേട്ടിൻ്റെ സർവകലാശാലയിൽ നിന്ന് വരുന്നതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൽ നിന്ന് ഇതിലപ്പുറം ഒന്നും പ്രതീക്ഷിക്കില്ല. പക്ഷേ എൻ്റെ ശക്തമായ പ്രതിഷേധം, ഞാൻ ഈ ചർച്ചയിൽ നിന്ന് ഇറങ്ങിപ്പോകാത്തത് അങ്ങനെ ഒരു മാധ്യമത്തെ ബഹിഷ്കരിച്ച് പോകുന്ന ഒരാളുടെ വിവരക്കേടുകൊണ്ട് ബഹിഷ്കരിച്ച് പോകുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ടാണ്. അല്ല, അത് കുറച്ചുകൂടി സംസ്കാര സമ്പന്നമായിട്ടൊക്കെ ചർച്ചയിൽ വന്നിരുന്നു കഴിഞ്ഞാൽ അന്തരീക്ഷം മലിനപ്പെടാതെ അങ്ങ് പോകും. കോൺഗ്രസ് തിരിച്ചു പറയാൻ ആ ഭാഷകൾ നിങ്ങൾ ഉപയോഗിക്കാതെ പൊതുപ്രവർത്തനം അത് മാന്യത അല്ലതുകൊണ്ടുള്ളതാണ്. അത് കോൺഗ്രസ് ആണ് ശ്രദ്ധിക്കേണ്ടത്. അദ്ദേഹത്തിന്റെ ബൈബർത്ത് കിട്ടിയ ഒരു നേച്ചറായിരിക്കും. അല്ല അല്ല, അത് ഇവിടെ ഒന്ന് വിളമ്പട്ടല്ലോ. നരേന്ദ്രമോദി വരുമ്പോൾ പോരാട്ടത്തിന്റെ ബഹളം കാണിച്ചപ്പോൾ ഞാൻ ഉണ്ടായിരുന്നില്ലേ? ഞാനൊന്ന് പറയട്ടെ. ഗോ ബാക്ക് മോദി എന്നുള്ള ക്യാമ്പയിൻ നടക്കുന്നുണ്ട് തമിഴ്നാട്ടിൽ. സ്റ്റാലിൻ വിഴിഞ്ഞത്തുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരൻ വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. ഞാൻ താങ്കളുടെ പറഞ്ഞില്ലല്ലോ, എനിക്കെതിരെ വ്യക്തിപരമായിട്ട് പറയുന്നുണ്ട്. പറഞ്ഞില്ല. താങ്കൾ കോൺഗ്രസിന്റെ പ്രതിയായിട്ടാണ് വന്നിരിക്കുന്നത്. താങ്കൾ കോൺഗ്രസിന്റെ പ്രതി. ഞാൻ താങ്കളോടല്ല പറയുന്നത്, കോൺഗ്രസിന്റെ നേതൃത്വത്തോടാണ്. താങ്കളോട് പറയാൻ എനിക്ക് പ്ലാനില്ല. കാരണം അത് പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള ബോധമില്ല. കോൺഗ്രസ് ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. കോൺഗ്രസിന്റെ നേതൃത്വം മാന്യമായിട്ട് സംസാരിക്കുന്നവരെ ചർച്ചയ്ക്ക് വിട്ട് കഴിഞ്ഞാൽ അന്തരീക്ഷം മലിനപ്പെടാതെ പോകും. പിന്നെ മാധു ചോദ്യത്തിലേക്ക് ഞാൻ വരാം. അത് അടങ്ങിയിരിക്കണം. താങ്കൾക്ക് സമയം തരുമെന്നുണ്ടെങ്കിൽ താങ്കളുടെ പാർട്ടിക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിന് കേരളത്തിൽ വലിയ പ്രസക്തി ഒന്നുമില്ല. താങ്കൾക്ക് അതുകൊണ്ട് മൂന്നാമത് നാലാമത് തോറ്റ് തുന്നം പാടിക്കുന്ന ആർക്കും വേണ്ടാത്തൊരു പാർട്ടിയുടെ പ്രതിയാണ് താങ്കളെ. താങ്കൾക്ക് വരെ സമയം തരിക, അപ്പം സംസാരിക്കുക. അതായത് പമ്പയിൽ ഗവൺമെന്റ് നടത്തിയ സംഗമത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മുഷ്ടി ചുരുട്ടി സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വന്നിട്ട് കല്ലും മുള്ളും കാലി കുത്ത എന്ന് പറയും. താൻ അവനെ കണ്ടാ പറഞ്ഞേരെ, ഞാൻ അവനെ കണ്ടാ എടുത്ത് കോണം കൊടുക്കുന്നു.
കോണകെടുക്ക് അങ്ങനെ ഒരു സാമാനം ഉണ്ട് കാണണോ പറയുന്നത് അർത്തുങ്കൽ പള്ളിയെ കുറിച്ചും വാവരെ കുറിച്ചും ഒക്കെ തന്നെ പിണറായി വിജയൻ പറയുന്നത് അർത്തുങ്കൽ പള്ളിയും വാവരും ഒക്കെ ശബരിയുമായിട്ട് കണക്ട് ചെയ്ത് പതിറ്റാണ്ടുകൾ നൂറ്റാണ്ടുകൾ എന്നിട്ട് അതിനെ തള്ളിപ്പറഞ്ഞതോ? പിണറായി വിജയൻ ബദൽ സംഗമം നടത്തി വർഗീയ പരാമർശം നടത്താനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കലായിരുന്നോ സംഘപരിവാറിന്റെ ലക്ഷ്യം? ഇനിയൊന്ന് അടങ്ങിയിരിക്കും. പിണറായി വിജയൻ 2026 അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ് കണ്ടുപിടിച്ചൊന്നുമില്ല അർത്തുങ്കൽ പള്ളിയും വാവരും ഒന്നും. അത് വന്നിട്ട് 2026 തെരഞ്ഞെടുപ്പിന് 6 മാസം മുമ്പ് വന്നിട്ട് പിണറായി വിജയൻ ഓർപ്പിക്കേണ്ട യാതൊരു കാര്യവുമില്ലല്ലോ. അപ്പോൾ ഇത്രക്ക് ചീപ്പാണ് ആർട്ടിസ്റ്റ് ബേബി. അവരുടെ മനസ്സിൽ നഷ്ടപ്പെട്ടു പോയ ഹിന്ദു വോട്ട് ബാങ്ക് തിരിച്ചു പിടിക്കുക എന്നുള്ള ലക്ഷ്യമായിരുന്നുള്ളതാണ് ഞങ്ങൾ വിമർശിക്കുന്നത്. ശബരിമലയിൽ യുവതികളെ കയറ്റിയിട്ട് ആവേശത്തോടെ, അശുദ്ധിയോടെ യുവതികളെ കയറ്റിയിട്ട് ആവേശത്തോടെ പിണറായി വിജയൻ വന്നിട്ട് ലോകത്തോട് പറയുകയാണ് യുവതികൾ അവിടെ പ്രവേശിച്ചു, ഞങ്ങൾ ഉത്തരവ് നടപ്പിലാക്കി എന്ന് പറഞ്ഞ ആ മാനസികാവസ്ഥയാണ് ഞങ്ങൾ എതിർക്കുന്നത്. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. ഞാൻ തിരുവനന്തപുരത്തേക്ക് ഒന്ന് വിളിച്ചാലോ? നീ പോയി വിളിച്ചോടാ. എടാ റോമാക്കുട്ടിയെ എത്ര എണ്ണം കൊടുത്തടാ? ചവിട്ടി അവന്റെ അണ്ണാക്കകത്ത് കയറ്റിയിട്ടുണ്ട്. What do you want?